ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ICT ബേസ്ഡ് ഒരു എൻട്രി മോഡലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ICTയിലെ പവർ ഓഫ് 3 ഉണ്ടല്ലോ, അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബേസ് ആയിട്ടുള്ളൊരു എൻട്രി മോഡലാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ മോഡലിനെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് ആ ഒരു മോഡൽ, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിരിക്കും. ആദ്യം ഈ ഒരു രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ആയിരിക്കാം മാർക്കറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നമുക്കൊരു മാനിപ്പുലേഷൻ തരും. മാനിപ്പുലേഷൻ തന്ന് ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജാണ്. ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജ്. ഓക്കെ, അക്യുമുലേഷൻ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു മാനിപ്പുലേഷൻ വന്നു. ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു മാനിപ്പുലേഷൻ കിട്ടി. മാനിപ്പുലേഷൻ അത് കറക്റ്റ് മാനിപ്പുലേഷൻ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്കിവിടെ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ എന്ത് വേണമെങ്കിലും പറയാം, അതിവിടെ കിട്ടിയിട്ടുണ്ടാവണം. ഇവിടെ എന്താ പറയുക, മാനിപ്പുലേഷൻ കഴിഞ്ഞ് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, തിരിച്ച് ഈ ഒരു സ്ഥലത്ത് നമ്മൾ എൻട്രി ചെയ്യില്ല. കാരണം വെച്ചാൽ എൻട്രി എടുക്കുക, ബട്ട് ഇത് ഹൈ റിസ്ക് എൻട്രി ആവും, നമുക്ക് റിസ്ക് റിവാർഡ് ടാലി ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് തിരിച്ച് ഒരു പുൾ ബാക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എവിടത്തേക്ക് പുൾ ബാക്ക് കിട്ടണം, ഈ ഒരു മൂവ്മെൻറ്റിൽ, ഈ ഡിസ്ട്രിബ്യൂഷൻ ലെഗിൽ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഈ ഡിസ്ട്രിബ്യൂഷൻ ലെഗിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഒബ്വിയസ്ലി ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഓർഡർ ബ്ലോക്കിനകത്തേക്ക് പ്രൈസ് എത്തണം. ദെൻ അവിടെ നിന്നാണ് നമ്മളൊരു എൻട്രി എടുക്കുക. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നമ്മളൊരു ലിമിറ്റ് ഓർഡർ ഇടുക. ഈ റീസെൻറ്റ് സ്വിങ് ഹൈ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈ ആണ്. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈ വീണ്ടും എഗെയിൻ ആ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ ഒരു സിനാരിയോയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1:2 നമുക്ക് ടാർഗറ്റ് വെക്കാം. 1:2 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടുന്ന് എഗെയിൻ നമ്മളെ താഴോട്ടേക്ക് വരും. എഗെയിൻ ഈ ട്രെൻഡ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലോണം താഴോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എൻട്രി വെക്കുന്നത്, 1:2 ടാർഗറ്റ്. നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് നമ്മളെ മാർക്കറ്റിന് എക്സിറ്റ് ആയി. ഈ ഒരു രീതിയിലാണ് നമ്മളെ എൻട്രി ക്രൈറ്റീരിയ വരുന്നത്. ഇതിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കേസിലും നമ്മളെ മെയിൻ എൻട്രിനകത്ത് എല്ലാ കേസിലും ഈ എന്താ പറയുക, പ്രൈസ് ഓർഡർ ബ്ലോക്കിനകത്തേക്ക് എത്തിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതിൻ്റെ തൊട്ട് താഴെ നിന്നൊക്കെ റിവേഴ്സ് ആവുന്ന സിനാരിയോ ഒരുപാടുണ്ട് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. താഴെ നിന്നാണെന്നുണ്ടെങ്കിൽ റിസ്ക് റിവാർഡ് 1:1 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇറക്കിക്കൊള്ളണം, 1:2 വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി, ഈ ഒരു ഏരിയയിലൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ടാവും. ഇത് ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്, ഈ ഒരു ലോ ലിക്വിഡിറ്റിയാണ്, അതിൽ ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയാണ്, ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ അതേപോലെ ഇവിടെ പ്രീവിയസ് ആയിട്ട് ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ലോയിലേക്ക് നമുക്ക് എന്താ പറയുക, ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് നമ്മളെ ടാർഗറ്റ് വെക്കാം. ഓരോ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് നമുക്ക് നമ്മളെ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ട് 1:2 വെച്ചിട്ട് നമുക്ക് പോകാനും പറ്റും. ഇപ്പോൾ ഇവിടെ 1:2 വെക്കുമ്പോൾ നമ്മളെ പ്രോഫിറ്റ് റേഞ്ച് കുറച്ചും കൂടി ഇവിടെ എന്താ പറയുക, ടാർഗറ്റ് കുറച്ചും കൂടി താണു. എന്നാൽ മാത്രമേ 1:2 ടാലി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എന്താ, ഈ ഒരു ലെവലിൽ നമുക്ക് ഒരുപാട് എൻട്രീസ് കിട്ടും. പക്ഷേ ഓർഡർ ബ്ലോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കം ചില എൻട്രികൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൽ മാത്രമാവും. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യുക, അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ഈ ഒരു ലെവൽ ഫൈൻഡ് ചെയ്യണം. ഈ ഒരു ലെവൽ എങ്ങനെ കിട്ടും, ഈ ഒരു ലെവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടത്തേക്ക് പോവാം. ഇവിടുന്ന് ഏത് ലെഗാണോ മാനിപ്പുലേഷൻ ലെഗ്, ഇതാണ് ആക്ച്വലി നമ്മളെ മാനിപ്പുലേഷൻ ലെഗ്. ഏത്, ഈ ഒരു ലെഗ്, ഈ മുകളിലോട്ട് പോകുന്ന ഈ ഒരു ലെഗാണ് ആക്ച്വലി നമ്മളെ മാനിപ്പുലേഷൻ ലെഗ്.
അപ്പോൾ ആ മാനിപ്പുലേഷൻ ലെഗിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഇത് നമ്മുടെ ലിക്വിഡിറ്റി പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ ലിക്വിഡിറ്റി പോയിൻ്റ് ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി വരയ്ക്കുന്നത് മാത്രം. ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ക്യാൻഡിൽ വന്ന് ഒരു ക്യാൻഡിലായിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, ഇതൊരു ക്യാൻഡിലിന് ഒരു ക്യാൻഡിൽ. ദെൻ അഗെയിൻ നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ, മാനിപ്പുലേഷൻ കിട്ടി. ഈ ഒരു ക്യാൻഡിൽ മാനിപ്പുലേഷൻ കിട്ടി. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മാനിപ്പുലേഷൻ കിട്ടി. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കണം. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് പുറകത്തെ ക്യാൻഡിൽ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലും ഞാൻ ജസ്റ്റ് ഒന്ന് കളർ മാറ്റാം, എന്നാൽ മനസ്സിലാവും. ഇത് ഗ്രീൻ ക്യാൻഡിലാണ്. ബേസിക്കലി ഇതൊരു ഗ്രീൻ. ദെൻ അഗെയിൻ ഒബ്വിയസ്ലി ഇതും ഒരു ഗ്രീൻ. അഗെയിൻ ഇത് ഗ്രീൻ എന്ന് വിചാരിക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന്. ഓക്കെ, ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. നമുക്ക് ഈ ഒരു ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണിത്. ഇതിന് ആക്ച്വലി BPR എന്ന് പറയും. ഈ ICT കോൺസെപ്റ്റിൽ ഇതിന് BPR എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും തമ്മിലുള്ള ഇതുണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇതിന് വിക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന് വിക്ക് ഉണ്ട്, ദെൻ ഈ ഒരു ക്യാൻഡിലിന് വിക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. പ്രോപ്പറൊന്നും ആയിട്ടില്ല അത്, എന്നാലും ഓക്കെ, അതൊരു ക്യാൻഡിലാണെന്ന് ധരിക്കുക. ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കും ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ദെൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക്, ഇത് രണ്ടും ഓവർലാപ്പ് ആവുന്നില്ലല്ലോ ഇവിടെ. ഓക്കെ, ഇത് രണ്ടും ഓവർലാപ്പ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ ഗ്യാപ്പിനാണ് ആക്ച്വലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഗ്യാപ്പിനാണ് ആക്ച്വലി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പാണ് ആക്ച്വലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് നീട്ടി വരക്കുമ്പോൾ എന്തായി, BPR ആയി. ഇതേ സംഭവം നമുക്ക് ഇവിടെ കിട്ടണം. ഇതേ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ വന്നു, ദെൻ അഗെയിൻ മറ്റൊരു ക്യാൻഡിൽ വന്നു, മാനിപ്പുലേറ്റ് ചെയ്ത ക്യാൻഡിൽ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്യാൻഡിലിൻ്റെ അടുത്ത് നമുക്കൊരു ഈ ഒരു ലെവലിലായിട്ട് നമുക്കൊരു BPR ഇവിടെ കിട്ടും എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടും. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ അതൊരു BPR ആയി. പോരാത്തതിന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെഗിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടാവണം. ഓക്കെ, അത് ഒന്നുകിൽ BPRൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ബെറ്റർ, ഇല്ലാന്നുണ്ടെങ്കിൽ എറൗണ്ട് ആ BPRൻ്റെ തൊട്ട് മുകളിലും താഴത്തൊക്കെ ആയിട്ട് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഈ ഒരു BPR ആണ് നമ്മളെ എൻട്രി എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും അതായത് നമ്മളൊരിക്കലും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഈ ഒരു ലെവലിൽ ഇടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും നമ്മൾ ഇവിടെ ഇടില്ല. കാരണം എന്താ, ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. അപ്പോൾ ലിക്വിഡിറ്റി ഇല്ല, എന്താ പറയുക, ബിഗ് മണീസ് എൻട്രി ആയത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടേക്ക് മാർക്കറ്റിന് പോകാൻ വേണ്ടി അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ഒരു ഹൈൻ്റെ മുകളിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അവിടെ ഇട്ട് 1:2 തന്നെ നമ്മൾ ടാർഗറ്റ് വെക്കും. അപ്പം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് റിയൽ ലൈഫ് ചാർട്ട് എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, റിയൽ ലൈഫ് ചാർട്ട് എക്സാമ്പിളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 3 നമുക്ക് AUD/USD ഒരു എൻട്രി വന്നിട്ടുണ്ട്. നവംബർ 3 AUD/USD നമുക്ക് ആദ്യം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഈ ഒരു ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാണ് ആദ്യം. അതും ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും. ഇത് എങ്ങനെ നമുക്ക് കിട്ടുക, കാരണം ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ 1 hour ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് വേണം 5 minute ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ. 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യും.
അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, BPR, ഓർഡർ ബ്ലോക്ക് ഈ സംഭവങ്ങളൊക്കെ നോക്കുക. അപ്പോൾ 1 ഹവറിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏതും ആവാം. അപ്പോൾ ആ ലിക്വിഡിറ്റി ഏരിയ 5 മിനിറ്റ് ക്യാൻഡിലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. പിന്നെ അങ്ങോട്ടേക്ക് 5 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഹവർ ക്യാൻഡിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 1 ഹവർ ക്യാൻഡിൽ നമ്മൾ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് 1 ഹവർ ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിം വഴി, ലോവർ ടൈം ഫ്രെയിം വഴി. അതിന് പല ആൾക്കാരും മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കോംപ്ലക്സ് ആക്കിയിട്ട് പറയുന്ന കേൾക്കാം. അപ്പോൾ നമ്മളധികം കോംപ്ലക്സ് ആക്കുന്നൊന്നുമില്ല. ആദ്യം നവംബർ 3-ാം തീയതി AUD USDയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിത് ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഇത് വർക്കാവണമെന്നില്ല. ഇനിയിപ്പോൾ അത് ഇനി വരാൻ പോകുന്ന മാർക്കറ്റിനകത്ത് ഇത് വർക്കാവുമെന്നൊന്നും അറിയില്ല. ഇത് മാർക്കറ്റിലൊന്നും സ്ഥിരതയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നവംബർ 3-ാം തീയതി നമുക്ക് ഒരു എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. കാരണം എന്താ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണെന്ന് പറയാൻ കാരണം എന്താ? ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, കാരണം ഇവിടെ നിന്നാണ് റീസെൻ്റ്ലി പ്രൈസ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഫോളോ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പ്രൈസ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഇവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു ഏരിയയിൽ ഇവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആൾക്കാരെ അവരെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം. റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്കിത് ലിക്വിഡിറ്റി ഏരിയ ആണെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ഈ ഒരു സമയത്തൊന്നും ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 5 മിനിറ്റിലേക്ക് പോവുക, 5 മിനിറ്റിലേക്ക് പോകണ്ട. ഇത് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന അതല്ല, അത് 5-ാം തീയതി 3-ാം തീയതി കേസ് 3-ാം തീയതി ഇവിടെ. ഇതാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്ന ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ ഇങ്ങോട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്ത്, ഈ ക്യാൻഡിൽ ഇവിടെ സ്വീപ്പ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴോട്ടേക്ക് വന്നു. കണ്ട, നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ ലിക്വിഡിറ്റി ഏരിയ പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്ത് പ്രൈസ് അവിടെ നിന്ന് താഴോട്ടേക്ക് വന്നു. ഓക്കെ, ഇതാണ്. അപ്പം അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു അക്യുമുലേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളൊന്നും കിട്ടില്ല റിയൽ മാർക്കറ്റിൽ. അപ്പോൾ ലിക്വിഡിറ്റി ഏരിയ ഫസ്റ്റ് നമ്മൾ 1 ഹവറിൽ ലിക്വിഡിറ്റി ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു ക്യാൻഡിൽ വന്നിട്ട് സ്വീപ്പ് ചെയ്തു. ദെൻ അടുത്തെന്ത് കിട്ടണം? ഇത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വലി സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്. ബിക്കോസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. പ്രൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 65,554 ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 65,541. ഇത് 554 ഇവിടെ നോക്കണം. ഇവിടെ ഈ ലോ ഉണ്ടല്ലോ, ഇവിടെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ 541. അപ്പോൾ അതിൻ്റെ താഴേക്ക് ലോ അല്ല, ക്ലോസ് 554. അറൗണ്ട് 554 തന്നെയാണ്. ഓക്കെ, സോറി, ലോ അല്ല നോക്കണ്ടേ, ക്ലോസ് ആണ് നോക്കണ്ടത്. ഞാൻ മാറിപ്പോയതാണ്. 554 ഏതാണ് നമുക്ക് ഇതിൻ്റെ താഴോട്ടേക്കും പോയിട്ടുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇത് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് ഈ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. ഇവിടെ ആക്ച്വലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. കണ്ടോ, അതല്ല, ഇതാണ്. സോറി, എല്ലാം മാറിപ്പോകുന്നല്ലോ.
ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ആക്ച്വലി. അപ്പോൾ അതിനെ നമ്മൾ നീട്ടി വരക്കുമ്പോൾ എന്തായി, ഇതൊരു BPR ആയി മാറി. അതിനെ നീട്ടി വരച്ചു, അതൊരു BPR ആയി. ഇനിയിപ്പോൾ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ലെഗിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഇത് നീട്ടി വരച്ച BPR അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്ത് പ്രൈസ് ഇവിടെ നിന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ദെൻ പ്രൈസ് ഇവിടത്തേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺഫേം ആയി, എൻട്രി കൺഫേം ആയി. എൻട്രി ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ള കാര്യം കൺഫേം ആയി. പ്രൈസ് എപ്പോഴും ഇതിൻ്റെ, അതായത് ഈ BPRൻ്റെ മുകളിലായിരിക്കാൻ പാടില്ല. കാരണം ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഒക്കെ എടുക്കപ്പെടാം. അപ്പോൾ അതുകൊണ്ട് എന്താ, സ്മാർട്ട് മണീസ് എൻട്രി ആയിരിക്കുന്നതിൻ്റെ ടോപ്പിൽ കൊണ്ടുപോയി വെക്കണം. ഇതാണ് ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിരിക്കണം നമ്മളെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 1:2 നമുക്ക് ടാർഗറ്റ് വെക്കണം അല്ലേ. ഒന്നുകിൽ 1:2 വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോൺ ലിക്വിഡിറ്റി വെക്കാം. ഇവിടെ 1:2 നമുക്ക് സുഖമായിട്ട് എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ BPRലേക്ക് പ്രൈസ് വന്നു, എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് മുകളിലിട്ടു. ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെ, സ്റ്റോപ്പ് ലോസ് സേഫർ സൈഡിൽ വെച്ചതിന് ശേഷം മാത്രം ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കും. ഇതിപ്പം ഇവിടെ ഞാൻ ഇത് വെച്ചു. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഒക്കെ ലിക്വിഡിറ്റിയാണ്. ഇതൊക്കെ ഒരു ലിക്വിഡിറ്റിയാണ് ആക്ച്വലി. അത് ലിക്വിഡിറ്റിയാണ്. പിന്നെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഈ ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും സേഫർ സൈഡായിട്ട് 1:2 നമുക്ക് എൻട്രി ഒഴിവാക്കാം. ഓക്കെ, എൻട്രി എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു എൻട്രി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു എൻട്രി മോഡൽ. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. GBP USDയിൽ സെയിം ഡേയിൽ തന്നെ നമുക്കൊരു എൻട്രി കാണാൻ പറ്റും. 3-ാം തീയതി തന്നെ എൻട്രി കാണാൻ പറ്റും. ഫസ്റ്റ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നു. 1 അവറിൽ പോയിട്ട് 3-ാം തീയതി നമ്മൾ ലിക്വിഡിറ്റി 1 അവറിൽ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തിടണം. 1 അവറിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഐ തിങ്ക് ഇത് 3-ാം തീയതി അല്ല, അപ്പോൾ ഇവിടെ ആയിരിക്കും. പ്രൈസ് ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ച് മുകളിലോട്ടേക്ക് ഷൂട്ടപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു 1 അവറിൻ്റെ ഈ ലിക്വിഡിറ്റി, കാരണം ഇവിടുന്ന് ആൾക്കാർ ബൈ ചെയ്തു, 2-ാമത്തെ മണിക്കൂറിൽ അവിടെ നിന്നും ബൈ ചെയ്തു, ദെൻ എഗെയിൻ ബൈ ചെയ്തു, അങ്ങനെ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്ത ഏരിയ ആണിത്, റീറ്റെയിലേഴ്സ്. അപ്പോൾ അതിൻ്റെ താഴത്ത് നമ്മൾ പറഞ്ഞ ഇതേ പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എൻട്രി ഉള്ളൂ. അല്ലാതെ ഇത് CP ചെയ്തു, അപ്പോൾ ഇത് ലിക്വിഡിറ്റി ഏരിയ ആണ്, അവിടെ ഞാൻ കയറി എൻട്രി എടുക്കാം, അങ്ങനെ എൻട്രി എടുക്കില്ല. ദെൻ 5 മിനിറ്റത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതല്ല, ഇത് ഇന്ന് വരച്ചിട്ട് 3-ാം തീയതി നോക്കണം. ഇവിടെയാണ് 3-ാം തീയതി വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ക്ലിയർ കട്ട് നമ്മൾ സംസാരിച്ച പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഇത് CP ചെയ്തു, പ്രൈസ് ഇവിടെ CP ചെയ്തില്ലേ. CP ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നീട്ടി വരക്കുമ്പോൾ എന്തായി, അതൊരു BPR ആയി. BPR എന്ന് വെച്ചാൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ഫുൾ ഫോം മനസ്സിലാക്കുന്നതിൽ കാര്യമൊന്നുമില്ല, എൻട്രി പഠിക്കുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു BPR നമ്മൾ നീട്ടി വരച്ചു. അത് മാത്രം പോരാ, നമുക്കെന്തായി പ്രൈസ് ഇവിടെ CP ചെയ്ത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗാണെന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ പ്രൈസ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇവിടെ പ്രൈസ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ഇവിടെ BPR കിട്ടി. ദെൻ ഈ BPR സപ്പോർട്ടീവായിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടോ,
ഓഫ് കോഴ്സ് അതും ഇതൊരു ഫെയർ വാല്യൂ. ഈ ഓറഞ്ച് നിറത്തിൽ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് നിറത്തിൽ മാർക്ക് ചെയ്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതാ എക്സാക്റ്റ് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ തൊട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വരെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, BPR സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ എൻട്രി ഇവിടുന്ന് പ്രൈസ് ഇവിടെയുള്ള സമയത്ത് നമുക്ക് എൻട്രി കൺഫേം ആയി. എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം കൺഫേം ആയി. നമ്മൾ പൊസിഷൻ സൈസും റിസ്ക് മാനേജ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കും. നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴത്ത് ഇടില്ല. കാരണം ഇതിൻ്റെ താഴത്ത് ഈ ഒരു ഏരിയ ഒക്കെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. അപ്പം ഇവിടെയൊക്കെ പ്രൈസ് വന്ന് ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാൻ പറ്റുന്നത്. കാരണം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ലെവൽ വരെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വരെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കും പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ വരാം. ഇതൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ പ്രൈസ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലിടില്ല. നമ്മൾ പറഞ്ഞു വെച്ചാൽ സ്മാർട്ട് മണീസ് എൻട്രി ആയതിൻ്റെ തൊട്ട് താഴെ വേണം സ്റ്റോപ്പ് ലോസ് ഇടാൻ. ഓക്കെ, സ്മാർട്ട് മണീസ് എവിടെ എൻട്രി ആയത്? ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടുന്ന് തൊട്ടാണ് സ്മാർട്ട് മണീസ് എൻട്രി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റീസെൻറ്റ് ലോ എന്ന് പറയുന്നത്. ആ ലോൻ്റെ തൊട്ട് താഴെ വേണം സ്റ്റോപ്പ് ലോസ് ഇടാൻ. അതാണ് ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ മാത്രമേ സ്റ്റോപ്പ് ലോസ് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഇട്ട് 1:2 നമുക്ക് ടാർഗറ്റ് നമ്മളിവിടെ പിടിച്ചു. 1:2 ടാർഗറ്റ് പിടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ ലിക്വിഡിറ്റി, അത് നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി പറയുന്നത് ഇതാണ്, ഈ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയ വേണം പിടിക്കുക. നമ്മളെന്ത് ചെയ്യും, ഫിക്സഡ് ആയിട്ട് 1:2 പിടിച്ചു. നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡ്രോൺ ലിക്വിഡിറ്റി വേണ്ട, നമ്മൾ 1:2 ഏതാണോ ആദ്യം വരുന്നത് അത് പിടിക്കുക. ഇനി ഡ്രോൺ ലിക്വിഡിറ്റി ആണ് ആദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ 1:2 ഉണ്ടോ നോക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു എൻട്രി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 എൻട്രി മോഡൽ നമ്മൾ പറഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും. ഈ ഒരു എൻട്രി മോഡലിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇന്നൊരു എൻട്രി വന്നിട്ടുണ്ട്. ഇന്നൊരു എൻട്രി വന്നിട്ടില്ല. ആക്ച്വലി എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് പോകണം. എൻട്രി ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി വരുന്നത്. എൻട്രി ആയിട്ടില്ല, ആക്ച്വലി സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ലിമിറ്റ് ഓർഡർ കാരണമൊക്കെ എൻ്റെ ഫണ്ടിങ് ബിറ്റ്സ് അക്കൗണ്ടിനകത്ത് ഞാൻ ലിമിറ്റ് ഓർഡർ കാരണമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. എൻട്രി ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എൻട്രി ആയിട്ടില്ല ഇതുവരെ. എൻട്രി ആവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. സ്റ്റോപ്പ് ലോസ് ചെയ്ത പ്രോഫിറ്റ് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നതും ഒക്കെ, അല്ലാണ്ട് വെറുതെ ചാടിക്കയറി എൻട്രി എടുക്കുന്ന പരിപാടിയല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് പൊരുതി തോറ്റ പോട്ട് വെക്കും, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് ഇതെല്ലാം വായിക്കാം. നമുക്ക് ആദ്യം മുതൽ അനാലിസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ രാവിലെ എന്ത് ചെയ്തു, എടുത്തിട്ട് നോക്കി. രാവിലെ പറയുമ്പോൾ ഈ ഒരു ലെവലാണ്, ഈ ഒരു ലെവൽ. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ 5-ാം തീയതിക്ക് ശേഷം ഞാൻ നോക്കുന്നത് 6 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. 5:30 തൊട്ട് 6:30 വരെ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ നോക്കുന്നത്. 6 മണിക്കാണ് ഞാൻ രാവിലെ എണീച്ച് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും. ഇവിടെ 2 ലിക്വിഡിറ്റി ഉണ്ട്. ഉണ്ടാ ഈ ഒരു ഏരിയ, അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ദെൻ അഗെയിൻ ഈ ഒരു ഏരിയ, ഇത് രണ്ടും എക്സാക്റ്റ് ലിക്വിഡിറ്റി പോയിൻ്റ്. അവിടെ നിന്നാണ് പ്രൈസ് താഴോട്ടേക്ക് 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് ആ ഒരു ഏരിയ ഒരു ഹെവി ലിക്വിഡിറ്റി പോയിൻ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അത് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്തായി, ഇന്ന് രാവിലത്തെ 6:30 AM ക്യാൻഡിൽ, 1 അവർ ക്യാൻഡിൽ, അത് സ്വീപ്പ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 5 മിനിറ്റിനകത്തേക്ക് പോവാം. ഓക്കെ, 5 മിനിറ്റിൽ ഇവിടെ ഈ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ട് കാണാം. ഓക്കെ അല്ലേ, ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം, നമ്മൾ പറഞ്ഞ പോലെ
ആ സ്വീപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ആക്ച്വലി ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് അല്ലേ? ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓഫ് കോഴ്സ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇവിടെ. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് എന്താ പറയുക, ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായി കഴിഞ്ഞാൽ അതൊരു BPR ആവാം. അപ്പോൾ അതിനെ നമ്മൾ ഇടയ്ക്ക് നീട്ടി വരച്ചു BPR. അതിൽ ഒരു എഗെയിൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അതിലുണ്ടോ നോക്കുക. ഇതിപ്പം BPR, ആ BPRൻ്റെ അകത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ BPRൻ്റെ അകത്തുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇത്, ഈ റെഡിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താ, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവണം. സ്ട്രക്ചർ ഷിഫ്റ്റ് പറയുമ്പോൾ ഇതൊരു സ്ട്രക്ചർ ഷിഫ്റ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും, ഇതൊരു സ്ട്രക്ചർ ഷിഫ്റ്റാണ്. ദെൻ നമ്മൾ പഠിച്ച പ്രകാരം പ്രൈസ് BPRലേക്ക് തിരിച്ചു വരണം. നമ്മൾ BPR ഇത്രയും വലിയ BPR ആണ്, അല്ല ഈ മഞ്ഞാണ് നമ്മുടെ BPR വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ BPR ആകുമ്പം നമ്മൾ എൻട്രി സ്വാഭാവിക ഒബ്വിയസ്ലി ഇവിടെ വരിക, ഇവിടെയാണ് എൻട്രി വരിക. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റോപ്പ് ലോസാണ്. ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രൈസ് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ലെവലൊന്നും പോരെ. എത്ര പെർസെൻറ്റേജാണ്, എത്രയോ പെർസെൻറ്റേജ് ഉണ്ട് അറിയില്ല, അത്രയും പെർസെൻറ്റേജ് ടാർഗറ്റ് എടുത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ BPRനെ ഷോർട്ട് ചെയ്തു. ആ BPRൻ്റെ അകത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ സംഭവം ഒന്നുകിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യുക. ഈ ഓർഡർ ബ്ലോക്കിനകത്തേക്ക് എല്ലാ സമയത്തും പ്രൈസ് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ BPR വെക്കുന്നത്. അപ്പം BPR വലുതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ BPRന് സപ്പോർട്ടായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് നോക്കുമ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ BPRലാണ് ഞാൻ എൻ്റെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. BPR അല്ല, സോറി, ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് എൻ്റെ ലിമിറ്റ് ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഓക്കെ, എൻ്റെ ലോയിൽ അങ്ങനെയും പിടിക്കാം. പിന്നെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഇതിൻ്റെ നമ്മൾ എൻ്റർ എടുക്കുന്ന ആ ഒരു സോണിൻ്റെ തൊട്ട് മുകളിൽ വെക്കാൻ പാടില്ല. ഇതൊക്കെ ലിക്വിഡിറ്റി ആവാൻ ചാൻസുള്ള ഏരിയകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് മണി സെൻറ്റർ ആയിരിക്കുന്ന റീസെൻ്റ് സ്വിങ് ഹൈ പിടിക്കുക. ഇതാണ് റീസെൻ്റ് സ്വിങ് ഹൈ. ഇവിടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴാണ് നമ്മളെ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസായി മാറുന്നത്. എപ്പോഴും സ്റ്റോപ്പ് ലോസ് ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ദെൻ നമുക്ക് 1:2 ടാർഗറ്റ് വെക്കാം. 1:2 എന്ന് പറയുമ്പോൾ നമ്മളെ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ഒന്ന് ഇതാണ്, രണ്ടാമത്തെ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1:2 എന്ന് പറയുന്ന ആ രണ്ട് ലിക്വിഡിറ്റി ഏരിയസിൻ്റെ ഉള്ളിലാണ്, ആ സോണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെ ടാർഗറ്റും ഓക്കെയാണ്. ഇനി പ്രൈസ് ഇതൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ലോയിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തും. പക്ഷെ നമ്മൾ ഇവിടത്തേക്കൊന്നും ടാർഗറ്റ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ 1:2 ഫിക്സ് ചെയ്ത് നിർത്തും. ഓക്കെ, ഇനിയിപ്പം പ്രൈസ് ഇത് എൻട്രി ആയിട്ടില്ല. ഫണ്ടിങ് പിപ്പ് അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ട്രിഗർ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ട്രിഗർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതർ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇതൊരു വിന്നിങ് റേറ്റുള്ളൊരു എൻട്രി മോഡലാണ്. ആക്ച്വലി നമ്മൾ ഇത്രയും അനാലിസ് ചെയ്യണം, ഇത്രയും സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടി, അതായത് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ദെൻ പ്രൈസ് അങ്ങോട്ടേക്ക് കയറി വരണ്ട്. അപ്പം എന്താ പറയുക, എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മിനിറ്റത്തെ 2 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. പക്ഷേ ആ ഒരു 1 മിനിറ്റത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്യണം. ഞാൻ രാവിലെ 6 മണി തൊട്ട് ഇങ്ങനെ ഈ ചാർട്ട് ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കും. അപ്പോൾ വാച്ച് ചെയ്തിരിക്കണം എന്നല്ല, നമ്മൾ ആ ലെവൽസ് അപ്ഡേറ്റ് ആയിരിക്കണം നമ്മളെ. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചത് EUR/USD ഒരു ട്രേഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രേഡ് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രേഡ് റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.